ഹായ് ഓൾ, KPS വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ബഗാസുരന് കോൾ വരികയാണ്, അതായത് ഫോൺ വന്ന് ബെല്ലടിക്കുകയാണ്. അപ്പോൾ അയാൾ വന്ന് പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിട്ട് പറയാണ്, പറയടോ ശിവദാസ, എന്തുണ്ട് വിശേഷമോ? ഞാൻ വിളിച്ചത് എൻ്റെ മോളുടെയും എൻ്റെ മരുമോനാകാൻ പോകുന്നവൻ്റെയും ഫോട്ടോ തനിക്കിട്ടിട്ടുണ്ട്. സന്തോഷത്തോടെ ചിരിയായി. അപ്പോൾ അയാൾ വീണ്ടും പറയാണ്, ഫോട്ടോ എങ്ങനെയുണ്ട് നോക്കണോ, എൻ്റെ മരുമോൻ എങ്ങനെയുണ്ടെന്ന്. ശരി, ഞാൻ നോക്കിയിട്ട് പറയാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ഫോൺ വീഡിയോസ് ഓണാക്കി അയാൾ നോക്കിയപ്പോൾ തന്നെ ഞെട്ടിപ്പോയി. അയാൾ ഫോട്ടോ കണ്ടിട്ട് എന്ത് ചെയ്യണം എന്ത് പറയണം എന്നറിയാതെ ഒരിടത്തിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് നിഷയെയും റോണിയെയുമാണ്. അപ്പോൾ റോണി അവൻ്റെ കാര്യങ്ങളൊക്കെ പറയാണ്. ഞാൻ ഒരു സമയത്ത് മോളോട് പറഞ്ഞിരുന്നല്ലോ, കുട്ടിക്കാലത്തൊക്കെ എൻ്റെ റിലേറ്റീവ്സൊക്കെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. അവരോടുള്ള വാശിക്കാണ് ഞാൻ സ്റ്റേറ്റ്സിലേക്ക് പോയത്. അതിനുശേഷം ഈ ബന്ധുക്കളായിട്ടൊന്നും എനിക്കൊരു കോണ്ടാക്റ്റ് ഒന്നുമില്ല. ഇപ്പം കല്യാണത്തിനും അങ്ങനെ ആരെയും വിളിച്ചിട്ടുമില്ല. അടുത്ത ബന്ധുക്കളും പിന്നെ കുറച്ച് സുഹൃത്തുക്കളും വരും, അത്രയേ ഉള്ളൂ. കല്യാണം വലിയ വിപുലമായ ചടങ്ങൊന്നും ആക്കേണ്ടെന്നേ. ഇതെൻ്റെ അച്ഛനോടും അമ്മയോടും ചേട്ടൻ തന്നെ പോയി പറ. എൻ്റെ ചേച്ചി എന്ന് പറയുന്നവൾ ഒളിച്ചോടിപ്പോയത് കൊണ്ട് എൻ്റെ കല്യാണം അതെങ്കിലും വിപുലമായി നടത്തണമെന്ന അച്ഛനും അമ്മയും പറയുന്നത്. എൻ്റെ പൊന്നു നിഷക്കുട്ടി, അങ്ങനെ നിൻ്റെ ചേച്ചി ഒളിച്ചോടിപ്പോയ കഥ അവിടെ വരുമ്പോൾ എൻ്റെ ബന്ധുക്കളൊക്കെ അറിയും. ഇപ്പം ഇതേ എൻ്റെ അച്ഛനും അമ്മയും പോലും അതറിഞ്ഞിട്ടില്ല. എന്തിനാ എല്ലാവരെയും വിളിച്ചുകൂട്ടി ഇതൊക്കെ അറിയിക്കുന്നത്? അവിടെ കൂടുന്ന ബന്ധുക്കളിൽ പലരും നല്ലതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നവരായിരിക്കില്ല. മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നത് ചിലർക്കൊക്കെ ഒരു രസമാണ്, പ്രത്യേകിച്ച് ചില ബന്ധുക്കൾക്ക്. അതുകൊണ്ട് നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളെ പലപ്പോഴും അവർ സംസാരിക്കൂ. അതൊക്കെ ഒഴിവാക്കുന്നതല്ലേ നല്ലത്. എന്നാലും ജീവിതത്തിൽ ഒരിക്കലല്ലേ കല്യാണം നടക്കൂ. അവനപ്പം മനസ്സിൽ വിചാരിക്കുകയാണ്, എൻ്റെ എത്ര കല്യാണം കഴിഞ്ഞുവെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇന്ത്യയിൽ എല്ലാ സ്റ്റേറ്റിലും എനിക്ക് ഭാര്യമാരുണ്ട്. ദുബായിൽ പോയ ചില പെൺകുട്ടികൾക്കും എൻ്റെ ഭാര്യമാരാവാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. നിഷ അവനെ ഒന്ന് തട്ടിയിട്ട് പറയാണ്, എന്തായി ആലോചിക്കുന്നേ? ഇനിയിപ്പോൾ ആർഭാടായിട്ട് നടത്തണ്ടെങ്കിൽ വീട്ടിൽ വന്ന് റോണിയേട്ടൻ പറ. എന്തായാലും ഏട്ടൻ പറയുന്നത് പോലെയൊക്കെ എൻ്റെ അച്ഛനും അമ്മയും സ്വീകരിക്കും. പിന്നെ മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞാൽ അമേരിക്കയിലേക്ക് വരാനായിട്ട് എൻ്റെ അച്ഛനും അമ്മയും തയ്യാറായി നിൽക്കുക. അങ്ങനെ തയ്യാറായിരിക്കുന്ന ഒരുപാട് പേരുണ്ട് മോളെ. വയസ്സ് ചെന്നവർക്കൊക്കെ കുഴിയിലോട്ട് കാലും നീട്ടിയിരുന്നാൽ പോരെ, വെറുതെ എന്തിനാ അമേരിക്കയിലോട്ട് ചാടാൻ നോക്കുന്നേ? നിഷാപ്പ ചോദിക്കാണ്, പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലേ? അല്ല, അത് അവരൊക്കെ ആഗ്രഹിക്കുന്നെങ്കിൽ വയസ്സ് ചെന്നവരല്ലേ. എനിക്ക് 6-7 രാജ്യങ്ങളിൽ ബിസിനസ് ഉണ്ട്. റഷ്യയിലെ ആക്രമണം വന്നപ്പോൾ ഉക്രൈനിലെ ബിസിനസ്സൊക്കെ ഞാനങ്ങ് വിട്ടു. അവിടെ ബിസിനസ് ഉണ്ടായിരുന്നോ? പിന്നെ ഉക്രൈൻ, കസാക്കിസ്ഥാൻ, അങ്ങനെ പലയിടത്തും. ഇപ്പോൾ പിന്നെ 6-7 രാജ്യങ്ങളിലാക്കിയിട്ട് ചുരുക്കി. എല്ലാം നോക്കി നടത്തണ്ടേ? മോളുവിൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഇംഗ്ലീഷ് അറിയാവോ? അത് അച്ഛന് കുറച്ചൊക്കെ അറിയാം, അമ്മയ്ക്ക് അത്ര പോരാ. മോളുവിനോ? എനിക്ക് എഴുതാൻ പറ്റും, കേട്ടാൽ മനസ്സിലാവുകയും ചെയ്യും. സംസാരിക്കാൻ അത്ര ധൈര്യം പോരാ. ഇതൊക്കെ ശരിയായിക്കോളൂന്നേ. സ്റ്റേറ്റ്സിൽ വന്നിട്ടൊരു 3 മാസം കഴിയുമ്പോഴേക്കും ഇംഗ്ലീഷ് മാത്രമല്ല എല്ലാം മനസ്സിലായിക്കോളും. പിന്നെ ഞാനില്ലാതെ നമ്മളെ ബിസിനസ്സൊക്കെ നോക്കി നടത്തണമെങ്കിൽ ഇംഗ്ലീഷ് അറിയാതെ പറ്റുമോ? എന്നാൽ പിന്നെ മോള് കാറിൽ കയറി നമുക്കൊന്ന് ചുറ്റാം. അത് ഞാനങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. എനിക്ക് നൈറ്റ് ഡ്രൈവൊക്കെ ഇഷ്ടമാണ്. രാത്രിയിൽ റോണിയേട്ടൻ വിളിച്ചാൽ ഞാൻ വരാം. നിശ്ചയം കഴിഞ്ഞതുകൊണ്ട് അച്ഛനും അമ്മയും എതിരൊന്നും പറയില്ല. എത്ര മണിക്കൂർ വേണമെങ്കിലും ചുറ്റാം. ഇതൊക്കെ നേരത്തെ പറയണ്ടേ? എന്നാൽ മോള് വാ, കയറ്. രണ്ടുപേരും കാറിൽ കയറിയിരുന്നു. എന്നിട്ട് അവൻ ചിന്തിക്കാണ്, ഈ രാത്രിയിലും പകലും നമ്മൾക്ക് ചുറ്റാം, പിന്നെ ചുറ്റിക്കാം. എന്താ എപ്പോഴും ഇങ്ങനെയൊരു ആലോചന? അല്ല, നമ്മൾ ഈ ചുറ്റുന്നതിനെ പറ്റി ആലോചിക്കുകയായിരുന്നു. അങ്ങനെ ആരെങ്കിലുമായിട്ട് ചുറ്റിയടിച്ചിട്ടുണ്ടോ? ഉള്ളത് പറയാം. അതിനുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ സമയമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം തന്നെ പല ബിസിനസ്സും നിർത്തിക്കൊണ്ടിരിക്കുക. പിന്നെ എവിടെ ചുറ്റാനാ? അങ്ങനെ ചുറ്റിയെങ്കിൽ മൊത്തത്തിൽ ചുറ്റിയേനെ. ഇപ്പം എങ്ങോട്ടാണ് എടുക്കേണ്ടത്? ബീച്ചിലേക്ക് പോകട്ടെ? റോണിയേട്ടന് ഇഷ്ടമുള്ള എങ്ങോട്ട് വേണമെങ്കിലും പോകാം. ഓക്കേ. അങ്ങനെ റോണിയേട്ടൻ എല്ലായിടത്തും ചുറ്റിക്കറങ്ങി എല്ലാം കൂടി അവസാനം വീട്ടിലെത്തിയിട്ട് വണ്ടി നിർത്തി നോക്കുമ്പോഴതാ ബഗാസുരൻ പുറത്തു തന്നെ നിൽപ്പുണ്ട്.
ബകാസുരൻ അവന് കൈ കൊടുത്തിട്ട് പറയാണ്, കൺഗ്രാജുലേഷൻസ്. എന്തിന്? നിന്റെ പുതിയ വിവാഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. എൻ്റെ സുഹൃത്തിൻ്റെ മകളാണ് നിന്റെ അടുത്ത ഭാര്യയാകാൻ പോകുന്നവൾ. അത് എത്രാമത്തെ ഭാര്യയാണെന്ന് എനിക്കറിയില്ല. നമുക്ക് 33 ദൈവങ്ങളാണുള്ളത്. എന്നാൽ നിനക്ക് 33 ഭാര്യകൾ ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ശിവദാസൻ്റെ മോളെ കല്യാണം കഴിച്ചിട്ട് നീ എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ അതിനപ്പുറം ഒരു പുണ്യപ്രവൃത്തി നിനക്ക് അവളോട് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഞാൻ ഒഴിഞ്ഞു പോകുമെന്ന് നിങ്ങൾ കരുതണ്ട. എനിക്ക് കിട്ടാനുള്ളത് കിട്ടാതെ ഞാൻ പോവില്ല. പിന്നെ സത്യങ്ങൾ നിങ്ങൾ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് അത് സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. നിഷയുടെ അച്ഛനെ നിങ്ങൾക്ക് നല്ല പരിചയമാണ്. അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിങ്ങളെ കൊണ്ടുപോയി നിർത്തിയേനെ ഞാൻ. അതിന് അഭിനയവശമുള്ള ഒരുപാട് പേരെ നിനക്ക് കിട്ടുമല്ലോ. എൻ്റെയും എൻ്റെ മോളുടെയും എൻ്റെ ഭാര്യയുടെയും ഒക്കെ കണ്ണിൽ പൊഴിയിടാനായിട്ട് കൊണ്ടുവന്ന നീ അച്ഛനും അമ്മയുണ്ടല്ലോ. ആ അച്ഛനും അമ്മയും ഇപ്പോൾ എവിടെയാ? അന്ന് അച്ഛനായി വന്നയാളെ ചത്തുപോയി. ഇപ്പോഴേ അമ്മ മാത്രമേ ഉള്ളൂ. അവരത്ര പോരാ. അച്ഛനും അമ്മയൊക്കെ അമേരിക്കയിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ലാംഗ്വേജൊക്കെ അറിയാവുന്നവരെ കൊണ്ടുപോകുന്നതാണ് നല്ലത്. നിങ്ങളായിരുന്നെങ്കിൽ ബെസ്റ്റായിരുന്നു. അതിന് നിങ്ങൾ അവരുടെ സുഹൃത്തുമായിപ്പോയി. ആര് പറഞ്ഞിടോ നിങ്ങൾ തമ്മിൽ സുഹൃത്തുക്കളാവാൻ? ഞങ്ങളെ വർഷങ്ങളായിട്ടുള്ള സുഹൃത്തുക്കളാ. ശിവദാസൻ്റെ വീട് കൺസ്ട്രക്ഷൻ ചെയ്തു കൊടുത്തത് ഞങ്ങളാ. അതിൽ നിന്നത്ര തട്ടി? അന്നൊന്നും ഞാൻ പൈസ തട്ടുന്നവനായിരുന്നില്ലടാ. സരയു കൺസ്ട്രക്ഷന് വേണ്ടി മരിച്ചാ ഞാൻ പണി ചെയ്തിട്ടുള്ളത്. അന്ന് മരിച്ചത് വേറൊന്നും കൊണ്ടല്ല, അനന്തവരനെ കൊണ്ട് മോളെ കെട്ടിക്കണമെന്നായിരുന്നു വിചാരം. അപ്പോൾ പിന്നെ എല്ലാം തനിക്കും തന്നെ മോൾക്കും സ്വന്തമാവുമല്ലോ. അതുകൊണ്ടാ താൻ സത്യസന്ധമായിട്ട് ജോലി ചെയ്തത്. അതൊക്കെ തനിക്ക് അറിയാടോ. അപ്പോഴാണ് സരയു മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത്. വന്നിട്ട് പറയാണ്, മനുവേട്ടാ, എന്താ മോളോ ബിസിനസ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ മനുവേട്ടാ? ഇല്ല മോളോ, കുറച്ച് ദിവസം കൂടി തിരക്കുണ്ട്. മനുവേട്ടൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് മൊത്തത്തിലൊരു മൂഡ് ഓഫാ. എന്തിനാ വീട്ടിലോട്ട് വരുമ്പോൾ എൻ്റെ അച്ഛനോട് സംസാരിക്കാൻ നിൽക്കുന്നത്? ഇനിയും കഴുത്തിന് പിടിച്ച് ഞെക്കാനാണോ? രോഗം ഒരിക്കലും ഒരു കുറ്റമല്ല മോളൂ. അവരെ നമ്മൾ ഒരിക്കലും മാറ്റി നിർത്തരുത്. അവൻ പറയുന്നത് കേട്ടിട്ട് അവനെ തന്നെ നോക്കുകയാണ്. അപ്പോൾ സരയു പറയാണ്, ദാ നോട്ടം കണ്ടില്ലേ? അപ്പോഴേക്കും ഷാരിയും അവിടെ എത്തി. ഷാരി പറയാണ്, 14 നിമിഷം കൂടുതൽ നോക്കിയാൽ ഇയാളുടെ കണ്ണ് കുത്തിപ്പൊട്ടിക്കണം മോളെ. അപ്പം മനു പറയാണ്, രോഗം വന്നാൽ ചികിത്സയാണ് കൊടുക്കേണ്ടത് അമ്മേ, അല്ലാതെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് ശരിയല്ല അമ്മേ. ഓ, എത്ര നല്ല മരുമകൻ. അപ്പം ഷാരി, എന്താ ഒരു കളിയാക്കല്? നല്ല മരുമകൻ തന്നെയാ. ഇവിടെ കൊള്ളരുതാത്തൊരു പാഴ് വസ്തു അത് മോൻ്റെ അമ്മായി അച്ഛൻ മാത്രം. അടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്നോണം. മോള് വാ വാ എന്ന് പറഞ്ഞ് സരയുവിനെ അവൻ കൂട്ടിക്കൊണ്ടുപോയി. ഇപ്പോഴത്തെ നിന്റെ നോട്ടം എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് സാരി. ഞാൻ നോക്കുന്നല്ലേ ഉള്ളൂ, അല്ലാതെ കണ്ണു കുത്തി പൊട്ടിക്കുന്നൊന്നുമില്ലല്ലോ. കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ മരുമോനെ എപ്പോഴെങ്കിലും ഉപദ്രവിച്ചാൽ പിന്നെ എന്താ സംഭവിക്കാമെന്ന് എനിക്ക് പോലും പറയാൻ പറ്റത്തില്ല. ആ ശിവദാസ മേനോൻ്റെ മോളുടെ കല്യാണമാണ്. അതിനൊന്ന് പോകണ്ടേ? ഞാൻ എങ്ങോട്ടുമില്ല, നിങ്ങൾ ഒറ്റക്കങ്ങ് പോയാൽ മതി. അതവൻ്റെ ഭാഗ്യം, നമ്മുടെ മരുമോൻ്റെ. മനസ്സിലായില്ല? അതെങ്ങനെയാണ് നമ്മുടെ മരുമോൻ്റെ ഭാഗ്യമാവുന്നത്? അല്ല, നിങ്ങൾ കല്യാണത്തിന് പോയിരുന്നെങ്കിൽ അവൻ്റെ അടുത്ത് തന്നെ നിങ്ങൾ ഉണ്ടായിരുന്നല്ലോ. പക്ഷേ അവൻ നിങ്ങളുടെ അടുത്ത് കാണുമോ? തലക്ക് വെളിവില്ലാതെ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. ഒന്ന് വായി മൂടിക്കെട്ടി മിണ്ടാതിരിക്കാൻ പറ്റുമോ? അതിനെന്തെങ്കിലും തരണോ? ഓ, പറഞ്ഞ പോലെ ഇന്ന് സമയത്തിന് ഭക്ഷണം കിട്ടിയിട്ടില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. എനിക്കിനി സമയത്തിന് ആഹാരം കഴിക്കണമെന്നുള്ള ചിന്തയൊന്നുമില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് എന്നെ മുകളിലോട്ട് പോകണമെന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അങ്ങനെ നിങ്ങൾ പെട്ടെന്നൊന്നും മേലോട്ട് പോകത്തില്ലടോ. നിങ്ങൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾ ഒരുപാടാ. അതിനൊക്കെ ഇവിടെ കിടന്ന് നരകിച്ചിട്ടേ നിങ്ങൾ പോകത്തുള്ളൂ. ഇതേ രാമായണ മാസ. ഞാൻ എല്ലാ ദിവസവും നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ നന്നാവാൻ വേണ്ടിയല്ല, മരിക്കാൻ വേണ്ടി തന്നെയാ. പിന്നെ കാണിക്കുന്നത് കല്യാണിയെയും കിരണിനെയുമാണ്. രണ്ടുപേരും വണ്ടിയിൽ പോവുകയാണ്. പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ട് പോവുകയാണ് അവർ രണ്ടുപേരും. പ്രകാശൻ വേറൊരു കാറിൽ മുന്നിലുണ്ടായിരുന്നു. അപ്പോൾ പ്രകാശൻ പറയാണ്, അത് അവൻ്റെ കാറല്ലേ? പ്രകാശൻ ഒരു വല്ലാത്ത രീതിയിലാണ് പോയത്. അപ്പോൾ കിരണിന് വണ്ടീൻ്റെ ബ്രേക്ക് പിടിക്കാൻ കിട്ടിയില്ല. അപ്പോൾ ഒരു വല്ലാത്ത രീതിയിലാണ് വണ്ടി നിർത്തിയത്. എന്നിട്ട് പറയാണ് കിരൺ, ഏതവനവൻ ഇപ്പോൾ വണ്ടി എവിടെയെങ്കിലും പോയി തട്ടിയനെ. അപ്പോൾ തന്നെ കിരൺ വണ്ടിയിൽ നിന്നും എഴുന്നേറ്റു. അപ്പോഴേക്കും പ്രകാശനും വണ്ടിയിൽ നിന്നും എണീറ്റ് പുറത്തിറങ്ങിക്കഴിഞ്ഞു. കല്യാണിയും പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ പ്രകാശൻ കാറിൻ്റെ ഡോറൊക്കെ കാല് വെച്ചിട്ടാണ് നടക്കുന്നത്.
കിരണിനോട് പറയാണ്, ഞാൻ തന്നെടാ പ്രകാശൻ. നിന്റെ വണ്ടിയേക്കാൾ സ്പീഡ് കൂടിയ വണ്ടിയാ, ഓട്ടോമാറ്റിക്. ഇല്ല, അതുകൊണ്ട് ഓവർടേക്ക് ചെയ്യാനൊന്നും യാതൊരു കുഴപ്പമില്ല. ഇപ്പം വന്ന് തട്ടിയാനില്ലടോ. തട്ടിയാൽ നിന്റെ വണ്ടിക്ക് കുഴപ്പം പറ്റും, ഒളിഞ്ഞു പോകും. എൻ്റെ വണ്ടിക്ക് ഒരു കുഴപ്പവും പറ്റില്ല. അഥവാ കുഴപ്പം പറ്റിയാലും ഇൻഷുറൻസ് ഉണ്ട്. അപ്പോഴാണ് കല്യാണിയുടെ ചോദ്യം, ഇതെവിടെ നിന്ന് മോഷ്ടിച്ചതാ? മോഷ്ടിക്കുന്നതേ എൻ്റെ കൊലത്തൊഴിൽ. ഇവിടെ ഇതുപോലെ മുന്തിയ കാറുകളിലാണ് പ്രകാശൻ സഞ്ചരിക്കുന്നത്. ഈ കാറിൻ്റെ മുതലാളിയായിരിക്കും തനിക്ക് ശമ്പളം തരുന്നത്. ഡ്രൈവർ പണി ചെയ്തിട്ട് കാറ് കൊണ്ടുവന്ന് തട്ടിച്ചാലുണ്ടല്ലോ, കോമ്പൻസേഷൻ കൊടുക്കാനുള്ള പൈസയൊന്നും നിന്റെ പോക്കറ്റിൽ കാണത്തില്ല. അതൊക്കെ പണ്ടടാ. ഇപ്പം പ്രകാശനെ നല്ല പണക്കാരനാ. ഒരു സന്തോഷ വാർത്ത കൂടി പറയട്ടെ, എൻ്റെ മോൻ ജയിലിൽ നിന്ന് ഇറങ്ങാൻ പോവാടാ. ഇതിനു വേണ്ടി കോടികളോ ലക്ഷങ്ങളോ ചെലവാക്കാനുള്ള കപ്പാസിറ്റി ഇപ്പം പ്രകാശനുണ്ട്. പിന്നെ നീയൊക്കെ കോടതിയിൽ പോയി വാദിച്ചാലും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു വരക്കുണ്ട്, ഞാനും എൻ്റെ മോനും കൂടി ഈ നഗരവും നാടും ഒക്കെ പിടിച്ചടക്കാൻ. നാടും നഗരമൊക്കെ പൊളിച്ചടക്കിയാൽ മതി കല്യാണി. അല്ലാതെ മാനോ മര്യാദയായിട്ട് ജീവിക്കുന്ന വീടുകളിൽ കയറിയിട്ട് മോഷ്ടിച്ചിട്ട് അവരുടെ ചെറുപ്പക്കാരുടെ തലതല്ലി പൊളിക്കുകയല്ല വേണ്ടത്. അങ്ങനെ മോഷ്ടിച്ച് ജീവിക്കേണ്ട ഗതികേടൊന്നും എൻ്റെ മോനിനി ഇല്ലടി. എന്തായാലും അവൻ കള്ളനും ജയിൽ പുള്ളിയൊക്കെ തന്നെയാ നിങ്ങളുടെ രാജകുമാരൻ. അതുകൊണ്ട് ഈ നാട്ടിലുള്ളവരൊക്കെ അവനെ അങ്ങനെ കാണത്തുള്ളൂ. എന്നാ കേട്ടോ, അവൻ്റെ ജാതകം മാറാൻ പോവാ. എൻ്റെ ജാതകം മാറിക്കഴിഞ്ഞു, എൻ്റെ അമ്മയുടെയും. ഇനി നിൻ്റെയൊക്കെ കമ്പനി പൂട്ടിക്കാനുള്ള പണം എൻ്റെ കയ്യിൽ വരും. ആണോ നിനക്കൊക്കെ? കല്യാണി, ഈ അടുത്ത സമയത്ത് ഒരു ബമ്പർ ലോട്ടറി അടിച്ചായിരുന്നല്ലോ, അത് ഇയാൾക്കൊന്നും അല്ലല്ലോ അല്ലേ? അയ്യോ, തമാശിച്ചതാണോ? ആർക്ക് വേണോടാ ലോട്ടറി? കോടികളാ വരാൻ പോകുന്നത്, കോടികൾ. ഇന്ന് ഞാൻ ഈ കാറിൽ യാത്ര ചെയ്യുന്നു, നാളെ ഞാൻ ഇതിനേക്കാൾ മുന്തിയ വേറൊരു കാറിൽ യാത്ര ചെയ്യുന്നു. കിരൺ, അപ്പൊ പ്രകാശം പറയാണ്, അന്ന് റോഡിൽ നിന്റെ കാർ എങ്ങാനും വീൽ വെച്ച് കണ്ടാൽ ഞാൻ സ്പീഡിൽ പറന്ന് അതിൻ്റെ മുന്നിലെത്തും. അപ്പോൾ അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല, കാരണം പറക്കാൻ പോകുന്ന ഒരു കാറുമായിട്ടായിരിക്കടാ ഞാനിനി വരാൻ പോകുന്നത്. അപ്പോൾ പ്രകാശൻ കണ്ണട എടുത്ത് പോക്കറ്റിൽ നിന്ന് എന്നിട്ട് കണ്ണട വെക്കാൻ പോവാ. നല്ല ചൂട്, കൂളിംഗ് ഗ്ലാസ്സാ, വില കൂടിയ ഗ്ലാസ്. പ്രകാശൻ കല്യാണി നോക്കി പറയാണ്, പോട്ടേടി തൊഴുത്തിൽ പിറന്ന സന്തതി. പിന്നെ കിരണിനോട്, പോട്ടേടാ പാവം കല്യാണിയെ പാൽക്കാരിയെ കല്യാണം കഴിച്ച മരമണ്ട. കാണാം. പറക്കുന്ന കാറ്, ആ പഴഞ്ചൊല്ല് എത്ര സത്യാലേ. ഇപ്പൻ ഐശ്വര്യം വന്നാൽ കാറി കയറാൻ പോകുന്ന പ്രകാശം പറയാണ്, ഐശ്വര്യം വന്നാൽ അതെനിക്ക് തന്നെയാടാ. ഒറ്റത്തരം കാണിക്കുന്നത് നീ. എടുത്തോണ്ട് പോടാ നിന്റെ പാട്ട വണ്ടി. അവൻ പിന്നെ എന്തെന്നില്ലാതെ സന്തോഷത്തോടെ വണ്ടി ഒന്ന് വേക്കോട്ടടിച്ചതിന് ശേഷം മുന്നോട്ടെടുത്ത് പോയി. പിന്നെ പ്രകാശൻ്റെ അമ്മ ഓരോരോ സ്റ്റാഫിൻ്റെ അടുത്തൊക്കെ പോയിട്ട് ഓരോന്ന് പറഞ്ഞ് ദേഷ്യം പിടിക്കുകയാണ്. ഇതൊന്നും പോരെ കേട്ടാ, പൈസ വാങ്ങിക്കുന്നതിനൊരു കുറവില്ലല്ലോ. അപ്പോഴാണ് അവിടെ കാർത്തിക വന്നത്. കാർത്തിക വന്നിട്ട് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട്? ആർക്കും ഒരു ചുറുചുറുക്കും ഇല്ല, ആർക്കോ വേണ്ടി ഓക്കാനിക്കുന്നത് പോലെ ഓരോന്ന് ചെയ്യുന്നു. പിന്നെ ഞാനിവിടെ ഉള്ളത് കൊണ്ടൊന്നും ഇനി കള്ളപ്പണി നടക്കത്തില്ല. എല്ലാ ഐറ്റവും അമ്മൂമ്മ ടേസ്റ്റ് ചെയ്തിട്ടേ പാക്ക് ചെയ്യാൻ പാടുള്ളൂ. അമ്മൂമ്മ ഓക്കെ പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. വിഷമിക്കണ്ട, തമിഴ്നാടിനേക്കാളും ഇതിവിടെ പച്ച പിടിക്കുന്നുള്ള കാര്യം ഉറപ്പാ. കുറേ നാൾ തമിഴ്നാട്ടിലൊക്കെ ജീവിച്ചതാ. നീ അച്ചാറും മുറുക്കും ഒക്കെ ഉണ്ടാക്കി വെക്കും. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഇത്രയും ചേരുവകളൊന്നും ചേർക്കണ്ട. പിന്നെ അങ്ങനെ ചേർത്താൽ നമുക്ക് മെച്ചമൊന്നും കിട്ടില്ല. തുടക്കത്തിൽ ഇച്ചിരി നഷ്ടം വന്നാലും മാർക്കറ്റ് പിടിച്ച് കിട്ടണം. അതാണ് കാർത്തികയുടെ അഭിപ്രായം. എനിക്കത്രയേ ഉള്ളൂ. അയ്യോ, അതൊക്കെ ശരിയായിക്കോളും. ഇതൊന്ന് രുചിച്ച് നോക്കിയേ. എങ്ങനെയുണ്ട്? കൊള്ളാം. ഞാനായി പരുവത്തിലാക്കിയത്. അമ്മയ്ക്ക് അധികം സ്ട്രെയിൻ ഇല്ലാത്ത പണി തരണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം. ഏതായാലും നടന്നല്ലോ. പിന്നെ വിശ്രമിക്കേണ്ടി വരുമ്പോൾ ഓഫീസ് റൂമിൽ പോയി വിശ്രമിക്കാം. AC ഉണ്ട്, ഒരുപാട് സമയം നിൽക്കണ്ട കേട്ടോ. നിന്റെ മുട്ടൊക്കെ വയ്യാതല്ലേ? അയ്യോ അയ്യോ, ഒന്നും കുഴപ്പമില്ല മോളെ. ഇനിയിപ്പം മുട്ടിത്തിരി പ്രശ്നമാണെങ്കിലും നമുക്ക് വേണ്ടി എത്ര നേരം വേണമെങ്കിലും ഞാനിവിടെ നിൽക്കാൻ തയ്യാറാ. അമ്മമ്മ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പറയാണ്, ഇവളുമാരൊന്നും ശരിയല്ല. മാസം കൈനീട്ടി ശമ്പളം മേടിക്കാനോ നല്ല ഇഷ്ടോ. ഈ ഭാഗം ഓക്കെ ആണല്ലോ? ഓക്കെ. പിന്നെ ആ ടീമിനോട് അവർ പറയാണ്, പറഞ്ഞത് കേട്ടല്ലോ, എന്നെയാണ് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത്. കാര്യങ്ങൾ മര്യാദയ്ക്ക് നടത്തിയില്ലെങ്കിൽ അച്ചാർ വാങ്ങിച്ച മുഖത്തേക്ക് അങ്ങ് അരച്ചു തരും. പിന്നെ മോങ്ങിക്കൊണ്ട് പോകേണ്ടി വരും. അവർ മനസ്സിൽ ചിന്തിക്കാണ്, വയസ്സാങ്കാലത്ത് കയ്യിൽ വന്ന ഭാഗ്യേ, ഇത് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ വിചാരിച്ച കാര്യമാണോ? രണ്ടുപേരും അമ്മമ്മയുടെ അടുത്ത് വന്നിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവർ ചോദിക്കുകയാണ്, എന്താടി നോക്കുന്നേ? പണി ചെയ്യടി.
അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം കഴിയുന്നത്. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.